ഇന്നു ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കത്തീഡ്രൽ എന്ന ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറിയാണ്. എഴുത്തുകാരനും കവിയുമായ റെയ്മണ്ട് കാർവർ എന്ന അമേരിക്കൻ ആണ് കത്തീഡ്രൽ എഴുതിയിരിക്കുന്നത്. 1981 ഈ കഥ പ്രസിദ്ധീകരിച്ചത്. ഈ കഥയുടെ സന്ദേശം ഇതാണ്: ആരെയും അല്ലെങ്കിൽ ഒന്നിനെയും ഒരു മുൻവിധിയോടുകൂടി നമ്മൾ സമീപിക്കരുത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥ ഒരു ആൾ അയാളുടെ കഥ പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അയാളെ ആഖ്യാതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇന്ന് രാത്രി ആഖ്യാതാവിൻ്റെ ഭാര്യയുടെ അന്ധനായ ഒരു സുഹൃത്ത് അവരുടെ കൂടെ ഒരു രാത്രി താമസിക്കാനായി എത്തുകയാണ്. അന്ധനായ സുഹൃത്തിനെ നമുക്ക് അന്ധൻ എന്നു തന്നെ വിശേഷിപ്പിക്കാം. അയാളുടെ പേര് വെളിപ്പെടുത്തും വരെ നമുക്ക് അയാളെ അന്ധൻ എന്നു തന്നെ വിശേഷിപ്പിക്കാം. അന്ധൻ്റെ ഭാര്യ ഈ അടുത്തിടെയായിട്ടാണ് മരണപ്പെട്ടത്. ആഖ്യാതാവിന് അന്ധൻ്റെ വരവിൽ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. അതുമാത്രമല്ല, അയാൾ അന്ധനാണ് എന്ന കാര്യം ആഖ്യാതാവിൽ ഉത്കണ്ഠയും ജനിപ്പിക്കുന്നുണ്ട്. സിയാറ്റിൻ എന്ന സ്ഥലത്ത് തൻ്റെ ഭാര്യ അന്ധന്മാർക്ക് വേണ്ടി വായിച്ചു കൊടുക്കുക എന്ന ജോലിയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ അന്ധനെ കണ്ടുമുട്ടുന്നത്. ജോലിയുടെ അവസാന നാളിൽ അന്ധൻ അവളുടെ മുഖത്ത് സ്പർശിക്കുകയും ആ അനുഭവത്തെക്കുറിച്ച് ഒരു കവിത പോലും എഴുതിയത്രേ. ആഖ്യാതാവ് ഭാര്യയുടെ പഴയ കാലത്തെക്കുറിച്ചാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അവളുടെ ആദ്യ വിവാഹം അവളുടെ ബാല്യകാല സുഹൃത്തുമായിട്ടാണ് നടന്നത്. അയാൾ നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ വിവാഹ ജീവിതം അസഹ്യമായപ്പോൾ അവൾ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അതിജീവിക്കുന്നു. ഈ ദുഷ്കരമായ വിവാഹ ജീവിതത്തിൽ ഇരിക്കെ തന്നെയാണ് അവൾ ഈ അന്ധനെ പരിചയപ്പെടുന്നത്. പല സമയങ്ങളിലും ഓഡിയോ ക്ലിപ്സ് പരസ്പരം അയച്ചു കൊടുത്ത് അവർ ആ സുഹൃത്ത് ബന്ധം നിലനിർത്തിപ്പോന്നു. അവൾ എല്ലാ കാര്യങ്ങളും ഈ അന്ധനായ സുഹൃത്തിനോട് തുറന്നു പറയാറുണ്ടായിരുന്നു. അന്ധനായ അയാളുടെ ഓഡിയോ ടേപ്പ് ഒന്ന് കേട്ടു നോക്കുവാൻ ഭാര്യ ആഖ്യാതാവിനോട് പറയുന്നു. പക്ഷേ ആഖ്യാതാവിന് എന്തോ കാരണത്താൽ ആ ഓഡിയോ ടേപ്പ് കേൾക്കാൻ ഇതുവരെ സാധിച്ചില്ല. ഭാര്യ ആഖ്യാതാവിനോട് അന്ധൻ്റെ ഭാര്യയുടെ പേര് ബ്യൂല എന്ന് പറയുന്നു. ബ്യൂല ഈയിടെയായി മരിച്ചുപോയി എന്നും പറയുന്നു. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അന്ധനായ എൻ്റെ സുഹൃത്തിനെ നമ്മുടെ വീട്ടിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യണം എന്നും പറയുന്നു. അപ്പോൾ ആഖ്യാതാവ് ചോദിക്കുന്നു, ബ്യൂല നീഗ്രോ ആണോ എന്ന്. മറുപടിയായി ഭാര്യ പറയുന്നു, നിങ്ങൾ എന്താ കുടിച്ചിട്ടുണ്ടോ? ഭാര്യ ബ്യൂലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആഖ്യാതാവിനോട് പറയുന്നു. ഞാൻ ജോലി വിട്ടതിനു ശേഷം പിന്നീട് വായനയ്ക്കായി വന്ന ആളായിരുന്നു ബ്യൂല. അവർ അവസാനം വിവാഹിതരായി. പക്ഷേ ബ്യൂല ക്യാൻസർ വന്ന് മരണപ്പെട്ടു. തൻ്റെ അന്ധനായ ഭർത്താവിനെ തന്നെ ഒരിക്കൽ പോലും കാണാനും നോക്കാനും സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ബ്യൂലയ്ക്ക് എത്രമാത്രം വേദന സമ്മാനിച്ചിരിക്കുമെന്ന് ആഖ്യാതാവ് ഒരു നിമിഷം ചിന്തിച്ചു പോകുന്നു. പിന്നീട് ആഖ്യാതാവ് ചിന്തിക്കുന്നു, ബ്യൂലയ്ക്ക് വസ്ത്രധാരണത്തിൽ ഒന്നും തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന്. കഥയിൽ പിന്നീട് നടക്കുന്നത് ഇതാണ്: ആഖ്യാതാവിൻ്റെ ഭാര്യ അന്ധനായ തൻ്റെ സുഹൃത്തിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുവാനായി പോകുന്നു. ആഖ്യാതാവ് വീട്ടിൽ അവർ വരുന്നതും കാത്ത് ഇരിക്കുന്നു. ഭാര്യ അന്ധനെ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവരുന്നു. ആഖ്യാതാവ് അന്ധൻ്റെ വലിയ താടി കണ്ട് അമ്പരന്നു പോകുന്നു. ഭാര്യ അന്ധന് തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. റോബർട്ട്, ഇതാണ് എൻ്റെ ഭർത്താവ്. അവർ 3 പേരും കൂടി സ്വീകരണ മുറിയിൽ ഇരിക്കുന്നു. ആഖ്യാതാവ് റോബർട്ടിനോട് ചോദിക്കുന്നു, ട്രെയിനിൽ ഏത് വശത്താണ് ഇരുന്നിരുന്നത് എന്ന്. വലതുവശത്ത് എന്ന് റോബർട്ട് ഉത്തരം പറയുന്നു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്നും റോബർട്ട് പറയുന്നു. ഭാര്യ ആഖ്യാതാവിനെ എന്തോ ഇഷ്ടപ്പെടാത്ത മട്ടിൽ നോക്കുന്നു. ആഖ്യാതാവ് പിന്നീട് സ്വയം പറയുന്നു, ആദ്യമായിട്ടാണ് ഒരു അന്ധനെ നേരിട്ട് കാണുന്നത്. റോബർട്ടിൻ്റെ ശരീരപ്രകൃതിയെപ്പറ്റി ആഖ്യാതാവ് വിവരിക്കുന്നു.
റോബർട്ട് കറുത്ത കണ്ണട വച്ചിട്ടില്ല എന്നും അത് വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ടാണ് ആഖ്യാതാവിന് തോന്നുന്നത്. അന്ധൻ്റെ കണ്ണുകൾ എന്തോ തരത്തിലായിട്ടാണ് ആഖ്യാതാവിന് തോന്നുന്നത്. അയാൾ കണ്ണട വയ്ക്കണമായിരുന്നു എന്നും ആഖ്യാതാവ് മനസ്സിൽ വിചാരിക്കുന്നു. റോബർട്ട് ഒരുപാട് സിഗരറ്റുകൾ വലിച്ചുകൊണ്ടേയിരുന്നു. അന്ധന്മാർ സിഗരറ്റ് വലിക്കുന്നതിനെപ്പറ്റി ആഖ്യാതാവ് ഇതുവരെ ചിന്തിച്ചു നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നീട് അവർ അത്താഴം കഴിക്കുവാൻ ആരംഭിച്ചു. 3 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഒന്നും സംസാരിച്ചതേയില്ല. ഒരുപാട് ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലമായി അവർക്ക് ഒരു അന്താളിപ്പ് പോലും അനുഭവപ്പെട്ടു. ഭക്ഷണത്തിന് ശേഷം മൂവരും സ്വീകരണ മുറിയിലെത്തി മദ്യം സേവിക്കുവാൻ ആരംഭിച്ചു. ഭാര്യയും റോബർട്ടും അവർക്ക് 10 വർഷമായി ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പരസ്പരം പങ്കുവച്ചു. ആഖ്യാതാവ് ഇടയ്ക്കിടെ അവരോടുകൂടെ സംസാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. റോബർട്ടും ഭാര്യ ബ്യൂലയും ആംവേയുടെ വിൽപ്പന ഏജന്റുമാരായിരുന്നു. റോബർട്ട് റേഡിയോ ഓപ്പറേറ്ററും ആയിരുന്നു. റോബർട്ട് ആഖ്യാതാവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എങ്കിലും ആഖ്യാതാവ് അതിനുള്ള മറുപടിയൊക്കെ വളരെ ഹ്രസ്വമായിട്ടാണ് പറഞ്ഞത്. ആഖ്യാതാവ് അതിനുശേഷം TV ഓൺ ചെയ്യുന്നു. ഇത് ഭാര്യയ്ക്ക് അലോസരമുണ്ടാക്കുന്നു. ഭാര്യ മുകളിലെ നിലയിലേക്ക് വസ്ത്രം മാറാനായി പോകുന്നു. കുറേ നേരമായിട്ടും ഭാര്യ തിരിച്ചെത്തിയിട്ടില്ല. ഈ സമയം ആഖ്യാതാവും റോബർട്ടും ഒരുമിച്ചിരുന്ന് പുകവലിക്കുന്നു. ഭാര്യ തിരിച്ചു വന്നതിനു ശേഷം അവരുടെ കൂടെ ചേരുന്നു. സോഫയിൽ കണ്ണടച്ച് വെറുതെ ഒന്ന് ഇരിക്കാമെന്ന് പറഞ്ഞ് ഭാര്യ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകുന്നു. ആഖ്യാതാവ് ചാനൽ മാറ്റുന്നു. എന്നിട്ട് റോബർട്ടിനോട് ഉറങ്ങണമോ എന്ന് ചോദിക്കുന്നു. കുറച്ചു നേരം കൂടി സംസാരിച്ചിരിക്കാം എന്ന് അയാൾ പറയുന്നു. ആഖ്യാതാവ് പറയുന്നു റോബർട്ടുമായുള്ള സൗഹൃദം അയാൾക്ക് ഇഷ്ടമായി എന്ന്. ആഖ്യാതാവ് റോബർട്ടിനോട് പറയുന്നു ഞാനും ഭാര്യയും ഒരേ സമയത്തൊന്നും കിടക്കാൻ പോകാറില്ല എന്ന്. മധ്യകാലഘട്ടത്തെപ്പറ്റി TVയിൽ ഒരു പ്രോഗ്രാം കാണിക്കുന്നുണ്ടായിരുന്നു. വേറെയൊന്നും TVയിൽ ഉണ്ടായിരുന്നില്ല. റോബർട്ട് പറയുന്നു തനിക്ക് ഓരോ കാര്യങ്ങളും പഠിക്കുന്നതിന് വളരെ ഇഷ്ടമാണ് എന്ന്. TVയിലെ അവതാരകൻ ഒന്നും വിവരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആഖ്യാതാവ് റോബർട്ടിനോട് TV പ്രോഗ്രാമിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നു. TVയിലെ അവതാരകൻ ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. പല രാജ്യങ്ങളിലുള്ള പലതരം പള്ളികളെക്കുറിച്ച് വിവരിക്കുന്നു. ആഖ്യാതാവ് റോബർട്ടിനോട് ചോദിക്കുന്നു ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അറിയില്ല എന്ന് റോബർട്ട് തിരിച്ചു പറയുന്നു. ആഖ്യാതാവിനോട് ഒരു ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ച് വിവരിച്ചു തരുവാൻ റോബർട്ട് ആവശ്യപ്പെടുന്നു. ആഖ്യാതാവ് അതിന് ശ്രമിക്കുന്നു. പക്ഷേ അയാൾക്ക് ശരിയായ രീതിയിൽ അത് വിവരിക്കുവാൻ സാധിക്കുന്നില്ല. റോബർട്ട് ആഖ്യാതാവിനോട് ചോദിക്കുന്നു നിങ്ങൾ ഒരു മതവിശ്വാസിയാണോ എന്ന്. ആഖ്യാതാവ് പറയുന്നു ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്ന്. അയാൾ പറയുന്നു ഒരു പള്ളിയെക്കുറിച്ച് എനിക്ക് വിവരിക്കുവാൻ സാധിക്കാത്തത് അതിന് ഞാൻ ഒരു അർത്ഥവും കൽപ്പിക്കാത്തത് കൊണ്ടാണ്. റോബർട്ട് ആഖ്യാതാവിനോട് ഒരു പേനയും കടലാസും ആവശ്യപ്പെടുന്നു. അവർ രണ്ടുപേരും ഒരു ടേബിളിൻ്റെ ചുറ്റുമായി ഇരിക്കുന്നു. റോബർട്ട് ആഖ്യാതാവിനോട് ഒരു ക്രിസ്ത്യൻ പള്ളി വരയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു. റോബർട്ട് തൻ്റെ കൈ ആഖ്യാതാവിൻ്റെ കൈക്ക് മുകളിലായി വയ്ക്കുന്നു. പേനയുടെ ചലനത്തോടൊപ്പം റോബർട്ടിൻ്റെ കൈയും ചലിക്കുന്നു. ആഖ്യാതാവ് വരച്ചുകൊണ്ടേയിരുന്നു. അതിൽ അയാൾ മുഴുകിപ്പോയി. ഭാര്യ ഉണരുന്നു. എന്നിട്ട് ചോദിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന്. റോബർട്ട് പറയുന്നു അവർ ഒരു പള്ളി വരയ്ക്കുകയാണ് എന്ന്, ഒരു ക്രിസ്ത്യൻ പള്ളി വരയ്ക്കുകയാണ് എന്ന്. ഭാര്യയ്ക്ക് അവർ പറയുന്നതൊന്നും തന്നെ മനസ്സിലായില്ല. റോബർട്ട് ആഖ്യാതാവിനോട് കണ്ണടച്ചുകൊണ്ട് വര തുടരാൻ പറയുന്നു. ആഖ്യാതാവ് അങ്ങനെ ചെയ്യുന്നു. റോബർട്ട് ആഖ്യാതാവിനോട് വരച്ച ചിത്രം തുറന്ന് ഒന്ന് നോക്കുവാൻ ആവശ്യപ്പെടുന്നു. ആഖ്യാതാവ് കണ്ണ് തുറക്കുന്നില്ല. അയാൾക്കറിയാം അയാളുടെ വീട്ടിലാണ്. പക്ഷേ അയാൾക്ക് തോന്നുന്നു താൻ എവിടെയുമല്ലെന്ന്. കണ്ണുകൾ ഇപ്പോഴും അടച്ചു തന്നെ അയാൾ ഇരിക്കുകയാണ്. ആഖ്യാതാവ് പറയുന്നു
താൻ വരച്ച ചിത്രം എന്തോ കാര്യമായ ഒന്നു തന്നെയാണ് എന്ന്. കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ആഖ്യാതാവ് വളരെ ആകുലതകളോടുകൂടിയാണ് അതിഥിയെ സ്വീകരിക്കുന്നത്. ഒരു അന്ധനായ ആൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന ഒരു മുൻവിധിയാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ റോബർട്ട് എന്ന അന്ധനായ ആൾ അതിനൊക്കെ വിപരീതമായിട്ടാണ് കാണപ്പെടുന്നത്. ആഖ്യാതാവിന് മനസ്സിലാകുന്നു റോബർട്ട് ഞാൻ വിചാരിക്കുന്ന ആൾ അല്ല എന്ന്. റോബർട്ടിനെ വീട്ടിലേക്ക് തീരെ ഇഷ്ടമില്ലാതെയാണ് സ്വാഗതം ചെയ്യുന്നത് എങ്കിലും കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ അയാളുമായി വളരെ രമ്യതയിൽ പെരുമാറുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കഥയിൽ മനസ്സിലാകുന്നത്. ഭാര്യയേക്കാൾ കൂടുതൽ അവർ രണ്ടുപേരും മനസ്സ് തുറക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അന്ധന്മാർക്ക് കാഴ്ച ഉള്ളവരെക്കാൾ കൂടുതൽ പലതും അറിയാമെന്നും ആഖ്യാതാവിന് മനസ്സിലാകുന്നു. എന്തു കാര്യത്തെയും മുൻധാരണ വെച്ച് അളക്കരുത് എന്ന ഒരു സന്ദേശമാണ് ഈ കഥ നൽകുന്നത്.